Dear students, we are continuing with the price determination in a perfectly competitive market, and we are dealing with the price determination under short run period. So this class deals with the shutdown point with regard to the identification of short run equilibrium under a perfectly competitive market. So the fact that a firm is in equilibrium does not necessarily mean that it makes excess profit. So in the earlier classes, we have identified how can we determine the equilibrium price, or how can we determine the equilibrium point where we earn maximum profit. So what is the output at which we can maximize the profit? ഇപ്പോൾ നമ്മൾ കണ്ടു ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും ഒരു ഷോർട്ട് റണ്ണിൽ, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇക്വിലിബ്രിയം ഔട്ട്പുട്ട്, എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താലാണ് ഇക്വിലിബ്രിയം പോയിന്റിൽ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ കണ്ടു. പക്ഷേ എപ്പോഴും അത് എക്സസ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു, ഇക്വിലിബ്രിയം പോയിന്റിൽ നമ്മൾ മാക്സിമം പ്രോഫിറ്റിൽ എത്തുന്നുണ്ടോ എന്ന് നമുക്ക് മീൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു ഫേം എക്സസ് പ്രോഫിറ്റോ ലോസോ ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ എക്സസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലോസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൂടുതലും ആ ഒരു ഫേമിൻ്റെ ആവറേജ് കോസ്റ്റ് കർവ്, ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിലുള്ള ആവറേജ് കോസ്റ്റ് കർവിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ എക്സസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ആവറേജ് കോസ്റ്റ് കർവിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെയാണ്. ആവറേജ് കോസ്റ്റ് കർവ് പ്രൈസിനേക്കാളും താഴെയാണെങ്കിൽ, that is, if the average cost curve is below the price at equilibrium, ഇക്വിലിബ്രിയം പോയിന്റ് നമ്മൾ കണ്ടു, ആ ഇക്വിലിബ്രിയം പോയിന്റിൽ പ്രൈസിൻ്റെ താഴെയാണ് ആവറേജ് കോസ്റ്റ് കർവ് എങ്കിൽ അതിനർത്ഥം ഫേം ഏൺസ് എക്സസ് പ്രോഫിറ്റ്. സോ നമ്മൾ ഫിഗർ കാണും, അപ്പോൾ നമുക്കിതൊന്നുകൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്, ഒരെണ്ണം ഓർത്തിരിക്കേണ്ടത്. ആവറേജ് കോസ്റ്റ് കർവ് പ്രൈസിനേക്കാളും താഴെയാണ്, ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും താഴെയാണെങ്കിൽ അവിടെ എക്സസ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. ഇനി തിരിച്ച് ആവറേജ് കോസ്റ്റ് കർവ് പ്രൈസിൻ്റെ മേളിലാണെങ്കിൽ ഫേം അവിടെ ഒരു ലോസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ നമ്മൾ കണ്ടുപിടിക്കാൻ ആവറേജ് കോസ്റ്റ് കർവ് എവിടെയാണെന്ന് നോക്കിയാൽ മതി. പ്രൈസിൻ്റെ മേളിലാണെങ്കിൽ ലോസ് ആയിരിക്കും, പ്രൈസിൻ്റെ താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. ഇത്രേ ഉള്ളൂ. കോസ്റ്റ് എപ്പോഴും താന്ന് നിൽക്കുന്നതാണ് നല്ലത്, അല്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോസ്റ്റ് പ്രൈസിനേക്കാളും മേളിൽ, നമുക്ക് കിട്ടുന്ന പ്രൈസിനേക്കാളും മേളിലാണ് അതിൻ്റെ കോസ്റ്റ് എങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ലോസ് മേക്കിംഗ് സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ലോസ് മേക്കിംഗ് സിറ്റുവേഷൻ ആണെങ്കിൽ ഫേംസ് വിൽ കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് ഇഫ് ഓൺലി ഇറ്റ് കവേഴ്സ് എ വേരിയബിൾ കോസ്റ്റ്. അവിടുത്തെ വേരിയബിൾ കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് എങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഫേം കണ്ടിന്യൂ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ ഫേം ക്ലോസ് ഡൗൺ, എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് നിർത്തും. കാരണം ഈ ഒരു ഫേം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അതിന് കൂടുതൽ നല്ലത്. ലോസ് അല്ലെങ്കിൽ ലോസ് അങ്ങനെ കൂടി പോവുകയുള്ളൂ. അപ്പോൾ അത്രയും ലോസ് മേക്കിംഗ് സിറ്റുവേഷനിലോട്ട് പോകാതെ ബുദ്ധിപൂർവം അവരുടെ ഫേം ക്ലോസ് ഡൗൺ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. സോ ദ പോയിന്റ് അറ്റ് വിച്ച് ഫേം കവേഴ്സ് ഇറ്റ്സ് വേരിയബിൾ കോസ്റ്റ്, ആ ഒരു വേരിയബിൾ കോസ്റ്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് ക്ലോസിംഗ് ഡൗൺ പോയിന്റ് അല്ലെങ്കിൽ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ വേരിയബിൾ കോസ്റ്റ് എങ്കിലും മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ആ വേരിയബിൾ കോസ്റ്റ് മീറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും മിനിമം ലിമിറ്റ്. ആ ഒരു ലിമിറ്റിന് നമ്മൾ പറയുന്നതാണ് ഷട്ട് ഡൗൺ പോയിന്റ്. അപ്പോൾ അതായത് അതിന് താഴോട്ട് പോയാൽ ഉറപ്പായിട്ടും ഭയങ്കരമായ ലോസ് മേക്കിംഗ് സിറ്റുവേഷൻ ആയിരിക്കും, അത് ഫേംസ് ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ ആ ഒരു പോയിന്റ്, സോ ദ ഫേം കവേഴ്സ് ഇറ്റ്സ് വേരിയബിൾ കോസ്റ്റ്, ആ വേരിയബിൾ കോസ്റ്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഷട്ട് ഡൗൺ അല്ലെങ്കിൽ ക്ലോസിംഗ് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതും ഒരു ഫിഗറിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രൈസ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിന് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ക്ലോസ് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്യുന്നത് തന്നെ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ആവറേജ് കോസ്റ്റ് കർവ് ഇസ് ബിലോ ദ പ്രൈസ്, അതായത് ഇവിടെ പ്രോഫിറ്റ് ഏർണിംഗ് സിറ്റുവേഷൻ ആണ്. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം വിത്ത് പ്രോഫിറ്റ് കർവാണിത്. ഇവിടെ നോക്കിക്കേ, ആവറേജ് കോസ്റ്റ് കർവ്, ഇതാണ് ആവറേജ് കോസ്റ്റ് കർവ്, ഇതാണ് നമ്മുടെ പ്രൈസ്. MR ഇസ് ദ പ്രൈസ് കർവ്. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രൈസ് ഇവിടെ, കോസ്റ്റ് താഴെ. അപ്പോൾ ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ പ്രൈസിൻ്റെ താഴെയുള്ള ആവറേജ് കോസ്റ്റ് കർവിൻ്റെ ഏരിയ, ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ എക്സസ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇക്വിലിബ്രിയം പോയിന്റ് OM ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ഔട്ട്പുട്ട്, ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പ്രൈസ് OP ആണ്. ഇനി ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്
ഈ ഒരു OM ക്വാണ്ടിറ്റിയോട് റെസ്പെക്റ്റീവായിട്ട് ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് മേക്കിംഗ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാം ഈ MR കർവിൻ്റെ മേളിൽ ഒരിടത്ത് പോലും പ്രൈസ് വന്നിട്ട് കോസ്റ്റ് കൂടി നിന്നിട്ടില്ല. കോസ്റ്റ് ഇത് കണ്ടോ താഴോട്ട് പോകുന്നു, ഇവിടെ എല്ലാം താഴെ തന്നെയാണ്. ഈ ഒരു പോയിന്റ് എത്തിയിട്ടാണ് പിന്നെ മേളിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ വരെ നമുക്ക് പോകേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഇക്വിലിബ്രിയം പോയിന്റ് ഇവിടെ ഉണ്ട്, അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് നമ്മുടെ പ്രൈസ്. അപ്പോൾ OPയും ഉണ്ട്, EMഉം ഉണ്ട്, OMഉം ഉണ്ട് നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പോയിന്റ് ആവറേജ് കോസ്റ്റ് കർവ് ഈ ഒരു ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമ്മളൊരു ഏരിയ കണ്ടുപിടിക്കുന്നു. ഇതാണ് എക്സസ് പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്നത്. ബിക്കോസ് ആവറേജ് കോസ്റ്റ് ഈസ് ബിലോ ദ പ്രൈസ് ഇക്വിലിബ്രിയത്തിൽ. ഇനി നമ്മൾ ലോസ് മേക്കിംഗ് സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ആവറേജ് കോസ്റ്റ് ഈസ് എബവ്. നോക്കി ഇവിടുത്തെ ആവറേജ് കോസ്റ്റ് എവിടെയാണ് നിൽക്കുന്നതെന്ന് കണ്ടോ? ഇക്വിലിബ്രിയം പ്രൈസ്, ഇതാണ് പ്രൈസ് കർവ്. OP' ആണ് പ്രൈസ്. അപ്പോൾ ഈ ഒരു ലൈനിന് മേലിലാണ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെയാണ് നിൽക്കുന്നത്, പ്രൈസ് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോസ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ഇവിടെയാണ്. ഇക്വിലിബ്രിയം കണ്ടീഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ്? പ്രൈസ് ഈക്വൽ ടു MC ഈക്വൽ ടു MR. പ്രൈസും കോസ്റ്റും ഈക്വൽ ആയിട്ട് വരുന്ന പോയിന്റും ആയിരിക്കണം മാർജിനൽ കോസ്റ്റ് റൈസിങ് പോയിന്റ്. അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്, ഈ ഇക്വിലിബ്രിയം പോയിന്റ്. പക്ഷേ കോസ്റ്റ് എവിടെയാണ്? കോസ്റ്റ് നമ്മുടെ പ്രൈസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ആണ് ലോസ് മേക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം പോയിന്റ് നമ്മൾ എത്തി, പക്ഷേ ഇവിടെ ലോസ് മേക്കിംഗ് സിറ്റുവേഷൻ ആണ്. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ പറഞ്ഞത് വേരിയബിൾ കോസ്റ്റ് എങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഷട്ട് ഡൗൺ ദി ഫേം. Now the supply curve of the firm can be determined by the intersection of MC curve and demand curve. Demand curve എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MR curve. MC curveവും MR curveവും intersect ചെയ്യുന്ന പോയിന്റ് അത് ഈ ഒരു പോയിന്റ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കി, ഈ ഇക്വിലിബ്രിയം പോയിന്റ് ആണ് നമ്മുടെ സപ്ലൈ കർവ് ഡിറൈവ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിമാൻഡ് കർവും ഇൻക്രീസ് ചെയ്ത് വരും. അപ്പം ബിക്കോസ് നമ്മൾ പറഞ്ഞു പ്രൈസ് കർവും നമ്മുടെ പ്രൈസ് കർവ് തന്നെയാണ് നമ്മുടെ ഡിമാൻഡ് കർവ്, MR കർവ് തന്നെയാണ് ഡിമാൻഡ് കർവ്. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് കർവ് ഇൻക്രീസ് ചെയ്യും. സോ there is a positive slope of marginal cost curve, higher demand curve cuts MC curve at a point which lies to the right of the previous intersection. അത് നമുക്ക് ഫിഗറിനകത്ത് വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. So this means that quantity supplied by the firm increases as price increases. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ. പ്രൈസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ക്വാണ്ടിറ്റി സപ്ലൈഡ് വിൽ ഓൾസോ ഇൻക്രീസ്. പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ അതിനോട് ആനുപാതികമായിട്ട് സപ്ലൈ ഓഫ് കമ്മോഡിറ്റി വിൽ ഓൾസോ ബി ഇൻക്രീസ്. ദ ഫേം വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി ഔട്ട്പുട്ട് അറ്റ് എ പ്രൈസ് ബിലോ ദ PW. അതായത് വേരിയബിൾ കോസ്റ്റ് എങ്കിലും മീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൈസിലെങ്കിലും നിന്നില്ലെങ്കിൽ, അതായത് അറ്റ്ലീസ്റ്റ് നഷ്ടത്തിലോട്ട് പോകാതെയുള്ള പ്രൈസിൽ, ലാഭമൊന്നും കിട്ടുകയില്ല, നഷ്ടം സംഭവിക്കാത്ത ഒരു പ്രൈസ്, അതായത് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, നമുക്ക് കുറേ ചിലവ് വരുന്നുണ്ട്, ആ ചിലവ് മീറ്റ് ചെയ്യുന്ന, പ്രോഫിറ്റ് ഒന്നും ഇല്ല, ചിലവ് മാത്രമെങ്കിലും മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ആ ഒരു പ്രൈസ് എങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ടു ഷട്ട് ഡൗൺ ദി ഫേം. Thus, the part of marginal cost curve lying above the average variable cost is the short run supply curve of the firm. നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുന്നേ ഇൻഡസ്ട്രി സപ്ലൈ കർവ്, ഫേമിൻ്റെ ഇൻഡിവിജ്വൽ ഫേമിൻ്റെ സപ്ലൈ കർവിൻ്റെ എല്ലാം കൂടി ഒരു ഹൊറിസോണ്ടൽ സമ്മേഷനാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സപ്ലൈ കർവ്. അത് നമ്മൾ കാണും. സോ ഇവിടെ നമ്മൾ ഫാക്ടർ പ്രൈസ്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ലേബർ ഉണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, അതിനൊരു പ്രൈസ് ആകുന്നുണ്ട്. ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്പർ ഓഫ് ഫേം ഇസ് വെരി ലാർജ്. അപ്പം ഇതെല്ലാം വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ വിചാരിക്കുന്നു. സോ അങ്ങനെ ഒരു കണ്ടീഷനാണെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻ ദ മാർക്കറ്റ് ഈസ് ദ സം ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ ഓൾ ഫേംസ്. അപ്പോൾ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു മാർക്കറ്റിലെ ഇൻഡിവിജ്വൽ ഫേംസിൻ്റെ എല്ലാം സിറ്റുവേഷൻ്റെ ഒരു സമ്മേഷൻ ആയിരിക്കും. ആൻഡ് വി ക്യാൻ ചെക്ക് ദി ഫിഗർ. സോ ഇവിടെ ദ ക്ലോസിംഗ് ഡൗൺ പോയിന്റ് ഇസ് ഡിനോട്ടഡ് ബൈ W. നോക്കി, ഈ ഒരു പോയിന്റാണ് നമ്മുടെ ഷട്ട് ഡൗൺ പോയിന്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡൗൺ പോയിന്റ്. എന്തുകൊണ്ടാണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടോ, ABC, ആവറേജ് വേരിയബിൾ കോസ്റ്റ് എങ്കിലും അറ്റൈൻ ചെയ്യണം. അപ്പോൾ ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എങ്കിലും കിട്ടുന്ന ഒരു പ്രൈസ്, അതാണ് PW. അപ്പോൾ ഈ PW പ്രൈസിൽ ഉള്ള പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലാഭമൊന്നുമില്ല, നഷ്ടവും ഇല്ല, നമ്മുടെ കോസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു പോയിന്റ് എങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിന് താഴോട്ട് പോയാൽ ബെറ്റർ ടു ഷട്ട് ഡൗൺ ദി ഫേം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. PWൻ്റെ താഴോട്ട് പ്രൈസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിനർത്ഥം ഈ വേരിയബിൾ കോസ്റ്റിൻ്റെ അവിടം വരെ പോലും നമുക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. ബെറ്റർ ടു ഷട്ട് ഡൗൺ. അതാണ് ക്ലോസിംഗ് ഡൗൺ പോയിന്റ്. ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേമിൽ ക്ലോസിംഗ് ഡൗൺ പോയിന്റിൻ്റെ കർവാണ് അല്ലെങ്കിൽ ഫിഗറാണ് ഈ ഒരു 2.4. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് സപ്ലൈയുടെ കാര്യം പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫേംസിൻ്റെ എല്ലാം കൂടി സമ്മേഷൻ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഇതാണ് നമ്മുടെ മാർക്കറ്റ് സപ്ലൈ ഇൻഡസ്ട്രി സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ദി കോമ്പറ്റേറ്റീവ് ഫേം. ഒരു ഫേമിൻ്റെ ഷോർട്ട് റൺ സപ്ലൈ കർവാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ഷോർട്ട് റൺ സപ്ലൈ കർവുകളുടെ ഒരു സമ്മേഷനാണ് ഈ മാർക്കറ്റ് സപ്ലൈ അല്ലെങ്കിൽ ഇൻഡസ്ട്രി സപ്ലൈ കർവ് എന്ന് പറയുന്നത്. സോ ദിസ് ഷേപ്പ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ്, ടെക്നോളജിയുടെ പ്രൈസ്, സൈസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഫേം, ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഒരു ഫേമിൻ്റെ സപ്ലൈ കർവ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഷട്ട് ഡൗൺ പോയിന്റ് ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുമ്പം പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒന്നുമില്ല, വേരിയബിൾ കോസ്റ്റ് എങ്കിലും അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പോയിന്റിലെങ്കിലും നമ്മൾ നിൽക്കണം. അതിന് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ ആ ഒരു വേരിയബിൾ കോസ്റ്റ് അറ്റൈൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ഷട്ട് ഡൗൺ പോയിന്റ് ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആൻഡ് വി വിൽ കണ്ടിന്യൂ വിത്ത് ദ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ആൻ ഇൻഡസ്ട്രി in the coming class. Thank you.